വേൾഡ് കപ്പിലെ വമ്പൻ പോരാട്ടത്തിനൊരുങ്ങുകയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന. ഗ്രൂപ്പ് ജെയിലെ തങ്ങളുടെ രണ്ടാം പോരാട്ടത്തിൽ ജോർദാനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചെത്തിയ ഓസ്ട്രിയയാണ് അർജന്റീനയുടെ എതിരാളികൾ. സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന രണ്ട് ടീമുകളാണ് അർജന്റീനയും ഓസ്ട്രിയയും. ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനക്കാരും ഫിഫ റാങ്കിങ്ങിലെ 24-ാം സ്ഥാനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. സമീപകാലത്ത് ഇരു ടീമുകളും ഏറ്റവും മികച്ച ഫോമിലൂടെ കളിച്ചു വരുന്നു എന്നത് മത്സരത്തിന്റെ വീറും വാശിയും കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓസ്ട്രിയ അവസാന 10 മത്സരങ്ങളിൽ തോൽവി അറിഞ്ഞിട്ടേയില്ല. ഇപ്പോൾ ഇതാ അർജന്റീന ഓസ്ട്രിയ മത്സരത്തിന് മുന്നോടിയായി അർജന്റീൻ പരിശീലകനായ ലയണൽ സ്കലോണി പ്രസ് കോൺഫറൻസിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രിയ ടീമിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു സ്കലോണി പറഞ്ഞത്. സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓസ്ട്രിയക്കെതിരായുള്ള മത്സരം വളരെ കഠിനമായിരിക്കും. ഒരുപാട് മികച്ച താരങ്ങളെയുമായിട്ടാണ് ഓസ്ട്രിയ വരുന്നത്. അവർ ഞങ്ങളെ നിരന്തരം പ്രസ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രഷർ ചെലുത്താൻ കഴിയുന്ന മികച്ച ടീമുകളിലൊന്നാണ് ഓസ്ട്രിയ. അവർ മികച്ച രീതിയിൽ പ്രസ്സിംഗ് ചെയ്യുമെന്നതിന് ഉദാഹരണം അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾ തന്നെയാണ്. മികച്ച രീതിയിലാണ് അവർ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പൂർത്തിയാക്കിയതും മികച്ച റിസൾട്ടുമാണ് അവർ നേടിയെടുത്തതും. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയക്കെതിരായുള്ള പോരാട്ടം ഏറെ കഠിനമായിരിക്കും. ഗ്രൗണ്ടിൽ എപ്പോഴും ബോൾ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നറിയാം. ഓരോ സിറ്റുവേഷനിലും കളിക്കാർ എങ്ങനെ എടുക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ചെയ്യും. ഈ കനത്ത വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്ത് അവരെ മറികടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേൾഡ് കപ്പിലെ ഒരു മത്സരവും സിമ്പിൾ ആയിരിക്കില്ല. ഈ മത്സരവും അതുപോലെ തന്നെ ഏറെ കഠിനമുള്ളതായിരിക്കും. ഇങ്ങനെയായിരുന്നു സ്കലോണിയുടെ വാക്കുകൾ. വമ്പൻ താരനിരയുമായി എത്തുന്ന രണ്ടു ടീമുകളാണ് കൊമ്പുകൂർക്കാൻ പോകുന്നത്. ഇന്ന് നടക്കുന്ന അർജന്റീന ഓസ്ട്രിയ പോരാട്ടത്തിൽ അർജന്റീന ഓസ്ട്രിയ വിജയിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സ്കോർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും ലോകകപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.